എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധമധ്യായം 15 ശ്ലോകം 4, 5, 6, 7 4 ശ്ലോകങ്ങളിൽ നിന്ന് നമുക്ക് നോക്കാം. ആ വൃന്ദാവനത്തിന്റെ ആ പ്രകൃതി ഭംഗി വർണ്ണിക്കുകയാണ്. ഭഗവാൻ ഇങ്ങനെ ഓരോന്നും കാണിച്ചു കൊടുത്തുകൊണ്ട് ഏട്ടനോട് പറയണു, കുട്ടികളോട് പറയണു, എന്താ രസല്ലേ, അത് നോക്കൂ, ഇത് നോക്കൂ. അതിസുന്ദരമായ വർണ്ണന. ഭഗവാൻ ഇതെല്ലാം അറിയാഞ്ഞിട്ടല്ല, എന്നാലും അത് കുട്ടികളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വിസ്തരിച്ചു പറഞ്ഞു കൊടുക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 4. സതത്ര തത്രാരുണ പല്ലവശ്രിയ ഫലപ്രസൂനോരുപരേണ പാദയോ വൃശൻ ശിഖാൻ വീക്ഷ്യ വനസ്പതീന്മുദാ സ്മയന്നിവാഹാഗ്രജം ആദിപുരുഷനായ ആ ശ്രീകൃഷ്ണൻ അങ്ങനെ കാട്ടുകൂടെ സഞ്ചരിക്കുമ്പോ അവിടെ അങ്ങനെയുള്ള അരുണ നിറമുള്ള ചുവന്ന ഇളം തളിരുകൾ നിറഞ്ഞ, അതുപോലെ നല്ല നല്ല അതിമനോഹരമായ പുഷ്പങ്ങളും ഫലങ്ങളും നിറഞ്ഞ അങ്ങനെയുള്ള കൊമ്പുകള് അതിങ്ങനെ നിറയുമ്പോ, ഫലങ്ങളും പുഷ്പങ്ങളും ഒക്കെ നിറയുമ്പോ കൊമ്പ് ഇങ്ങനെ താണു വരില്ലേ, ആ ഭാരം നിമിത്തം. അങ്ങനെ ആ ഭാരം നിമിത്തം താണിരിക്കുന്ന കൊമ്പുകൾ കൊണ്ട് തങ്ങളുടെ പാദങ്ങൾ തൊടുന്ന അഗ്രഭാഗങ്ങളോടുകൂടിയിരിക്കുന്ന വൃക്ഷങ്ങളെ അപ്പൊ അവരിങ്ങനെ ഭഗവാനെ നമിക്കുകയാണോ തോന്നും. അങ്ങനെ അവര് ആ കൊമ്പ് ഭഗവാന്റെ പാദത്തിൽ ഇങ്ങനെ മുട്ടിക്കുകയാണ്. അപ്പൊ സന്തോഷം കൊണ്ട് പറയുന്നു, കണ്ടോ, ചിരിച്ചുകൊണ്ട് പറയാ, എന്തൊരു ആശ്ചര്യ ഏട്ടാ, ഇത് നോക്കൂ, എന്താ ഒരു ഈ പുഷ്പങ്ങളുടെ ഒരു ഭംഗി, ഈ ഫലങ്ങൾ നിറഞ്ഞിട്ട് എന്താലേ ആ ചുവന്നുള്ള ആ തളിരിന്റെ ഭംഗി, എന്തൊരു ഭംഗിയാ ഏട്ടാ, നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയണ്. ശ്രീ ഭഗവാനുവാച അഹോ അമീ ദേവവരാമരാർച്ചിതം പാദാംബുജം തേ സുമനഫലാർഹണം നമന്ത്യുപാദായ ശിഖാഭിരാത്മന തമോപഹത്യേ രുജന്മയൽകൃതം. ഇതൊരു ആശ്ചര്യം നോക്കൂ ഏട്ടാ, അവിടെയുള്ള വൃക്ഷങ്ങൾക്കും കൂടി വിവേകികളുടെ നടപടി സിദ്ധിച്ചിരിക്കുന്നു. കണ്ടോ, ബലരാമനോട് പറയാ, ഹേ ദേവശ്രേഷ്ഠ, ഈ വൃന്ദാവനത്തിൽ നിൽക്കുന്ന വൃക്ഷങ്ങളുടെ വിവേകം നോക്കൂ ഏട്ടാ. ദേവന്മാരിൽ വെച്ച് പൂജ്യന്മാരായിരിക്കുന്ന ബ്രഹ്മാദികൾ കൂടി പൂജിക്കുന്ന ഭഗവാന്റെ ഈ പാദകമലത്തെ ഇവ പുഷ്പഫലങ്ങളാകുന്ന കാഴ്ചദ്രവ്യങ്ങൾ ശിരസിൽ വഹിച്ചുകൊണ്ട് ശാഖകളാകുന്ന ശിരസ് കൊണ്ട് നമസ്കരിക്കണം. അന്യന്മാർക്ക് ഉപകാരം ചെയ്യുന്ന പുഷ്പഫലാദികള് തങ്ങളിലുള്ളത് കൊണ്ട് ധന്യങ്ങളാണ് ഈ വൃക്ഷാദികൾ. കണ്ടോ ഏട്ടാ, ഈ പുഷ്പങ്ങൾ ഇങ്ങനെ നമ്മുടെ പാദങ്ങളിൽ നമസ്കരിക്കണത് എന്തൊരു വിവേകമല്ലേ അവർക്ക്. അന്യന്മാർക്കൊക്കെ ഉപകാരം ചെയ്യണം ഇവരുടെ പുഷ്പങ്ങള്, ഫലങ്ങള്, വേരുകള് എല്ലാം മറ്റുള്ളവർക്ക് എന്തൊരു ഉപകാരം അല്ലേ. അതുകൊണ്ട് ധന്യങ്ങളാണ് ഈ വൃക്ഷങ്ങൾ എന്ന് പറയുന്നു. എങ്കിലും അവയ്ക്ക് വിശേഷ ബുദ്ധി ഇല്ലാത്തതായ ഒരു കുറവുണ്ടെന്ന് അവയ്ക്ക് തോന്നുന്നുണ്ടോ എന്നൊരു സംശയം അവരുടെ പ്രവൃത്തി കാണുമ്പോൾ. അജ്ഞാന നിമിത്താണല്ലോ ഈ വൃക്ഷജന്മം സിദ്ധിച്ചത്. ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രല്ലേ അജ്ഞാനം നശിക്കുള്ളൂ. ഇവിടെ അവയുടെ ഭാഗ്യം കൊണ്ട് ഏട്ടന്റെ കാലിൽ ആ പുഷ്പങ്ങൾ ഇങ്ങനെ അർപ്പിക്കണം. അതുകൊണ്ട് പറയാ, ഇവയുടെ ഭാഗ്യവിശേഷം കൊണ്ടല്ലേ ഏട്ടന്റെ കാലിൽ ഇവരിങ്ങനെ ഈ പുഷ്പങ്ങൾ അർപ്പിക്കണത്. അപ്പൊ അവരുടെ അജ്ഞാനം നശിപ്പിക്കാൻ അവര് പരിശ്രമിക്കണു. ഇത് ആശ്ചര്യല്ലേ എന്ന് ബലരാമേട്ടനോട് പറയാ. ഇങ്ങനെ ആ ബലരാമനിൽ ഇരിക്കുന്ന സർവേശ്വരത്തെ ഭഗവാൻ എല്ലാവർക്കും വെളിപ്പെടുത്തി കാണിച്ചു കൊടുക്കാണ്. അപ്പൊ ആ കുട്ടികളും വിചാരിക്കണം, ഇത് എന്തൊരു അത്ഭുതം, ബലരാമേട്ടൻ എന്താ ഈശ്വരനാണോ? അങ്ങനെ ബലഭദ്രനും തന്നിൽ നിന്ന് ഭിന്നനല്ല എന്ന് സൂചിപ്പിക്കണം. ഏതേണിനസ്തവ യശോഖില ലോകതീർത്ഥം ഗായന്ത ആദിപുരുഷാനുപദം ഭജന്തേ പ്രായോ അമി മുനിഗണ ഭവദീയ മുഖ്യ ഗൂഢം വനേ വിന ജഗത്യനകാത്മദൈവം. വൃന്ദാവനവാസികളായ ജന്തുക്കളെ എല്ലാവരെയും ഭഗവാൻ ഇങ്ങനെ സ്തുതിക്കുകയാണ് ചെയ്യണത്. ഈ വണ്ടുകളുണ്ടല്ലോ, ലോകദൃഷ്ടിയിൽ ഝങ്കാരം ചെയ്യണമെന്ന് തോന്നും.
പക്ഷെ അതൊന്നുമല്ല ഏട്ടാ, അവ അങ്ങയുടെ പരിശുദ്ധമായ യശസ്സിനെ കുറിച്ച് കീർത്തനം ചെയ്തുകൊണ്ട് ആദിപുരുഷനായ അങ്ങയെ ഭജിക്കുകയാണ് ചെയ്യണത്. ഈ വണ്ടുകള് അവര് വെറുതെ ഇങ്ങനെ മുരളുന്നതല്ല, അങ്ങയുടെ യശസ്സിനെ കുറിച്ച് കീർത്തിക്കുകയാണെന്ന്. ഈ നീചജോനിയിൽ ജനിച്ച വണ്ടുകള് എന്റെ മാഹാത്മ്യത്തെ എങ്ങനെ അറിയുന്നു എന്ന് അങ്ങ് വിചാരിക്കണ്ട. അങ്ങ് മഹേശ്വര ഭാവത്തെ പ്രകാശിപ്പിക്കാതെ മാനുഷ സ്വരൂപം എടുത്ത് മറ്റാരും അറിയാത്ത വിധത്തില് ഈ ലോകസഞ്ചാരം ചെയ്യാൻ നിശ്ചയിച്ചപ്പോ അങ്ങയുടെ ഭക്തമുഖ്യന്മാരായ മുനികളുണ്ടല്ലോ, അവരുടെ സ്വരൂപത്തെ ഒന്നും പ്രകാശിപ്പിക്കാതെ ഈ വണ്ടുകളുടെ ആകൃതി ധരിച്ച് പരിശുദ്ധാനന്ദ സ്വരൂപനും അവരുടെ ഇഷ്ടദേവനുമായ അങ്ങ് വൃന്ദാവനത്തെ പ്രവേശിച്ച സമയത്തും അങ്ങയെ ഉപേക്ഷിക്കാതെ വഴിതോറും പിന്നാലെ നടന്നു ഭജിക്കുകയാണ് പറയാ ബലരാമേട്ടനോട് ഭഗവാൻ. അതായത് പുഷ്പരസം ആസ്വദിച്ച് മുരണ്ട് സഞ്ചരിക്കുന്ന വണ്ടുകള് ബ്രഹ്മാനന്ദ സ്വരൂപ അനുഭവ നിമിത്തം ഭഗവത് കീർത്തനം ചെയ്തു സഞ്ചരിക്കുന്ന മുനി മുഖ്യന്മാർക്ക് തുല്യമാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞതിന്റെ സാരം. പിന്നെ പറയണു, നൃത്യന്ത്യമീശിഖിനൈട്യമുദാഹരിണ്യ കുറുവന്തി ഗോപ്യൈവതേ പ്രിയം ഈക്ഷണേന സൂക്തേശ്ച കോകിലഗണാഗൃഹമാഗതായ ധന്യാ വനൗകസയ്യാൻ ഹി സദാം നിസർഗ. പറയണു, അങ്ങ് കീർത്തിക്കപ്പെടാൻ യോഗ്യനായിട്ടുള്ള ആൾ തന്നെയാണ് ഈട്യ എന്ന് പറയുന്നത്. ഹേ സ്തുത്യനായുള്ളവനെ, ഈ മയിലുകള് അവയുടെ ഗൃഹമായ വനത്തെ പ്രവേശിച്ചിരിക്കുന്ന അങ്ങയുടെ പ്രീതിക്കായിക്കൊണ്ട് മന്ദഹാസ സന്തോഷത്തോടുകൂടി പീലികൾ വിരുത്തി ആടി കളിക്കുന്നു. അങ്ങ് ഈ കാട്ടിൽ വന്നപ്പോഴേ അവർക്ക് വളരെ സന്തോഷമായി ഈ മയിലുകൾക്ക്. അതുകൊണ്ടാണ് അങ്ങയെ സ്തുതിക്കാൻ വേണ്ടിയിട്ട് അങ്ങയുടെ വരവിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഈ മയിലുകൾ ഇങ്ങനെ പീലി വിരുത്തി ആടുന്നത്. കണ്ടോ? മാൻപേടകൾ കണ്ടോ? ഗോപസ്ത്രീകൾ എന്ന പോലെ പ്രേമത്തോടെ നോക്കണു അങ്ങേ. കുയിൽക്കൂട്ടങ്ങൾ ഇതാ അതിമനോഹരമായ കർണാനന്ദകരമായ കൂജനം കൊണ്ട് ആനന്ദിപ്പിക്കുന്നു. അങ്ങയെ വരവേൽക്കാനാണ് ഇതൊക്കെ ചെയ്യണത്. അവര് കാട്ടില് വസിക്കുന്നവയാണെങ്കിൽ ഈ ജന്തുക്കളൊക്കെ അവരവർക്കുള്ള വിഭവങ്ങൾ കൊണ്ട് ഗൃഹാഗതനായ അങ്ങയെ ഉപചരിക്കുന്നു. കണ്ടോ? അവർക്ക് കൃതാർത്ഥത. എത്ര സന്തോഷത്തോടു കൂടി അവര് അങ്ങയെ സ്വാഗതം ചെയ്യണത്. അവരവർക്ക് പറ്റിയത്, കുയിലുകൾക്ക് ഇതാ വിഭവം തരാൻ പറ്റിയത് അവരുടെ ആ സുന്ദരമായ കൂജനാണ്. എന്ത് സുഖാലേ കുയിലിന്റെ കൂജനങ്ങൾക്ക്. അങ്ങേ വരവേൽക്കുകയാണ് ഈ കുയിലുകള്. അവർക്ക് നല്ല കൃതാർത്ഥതയുണ്ട് ഈ ജന്തുക്കൾക്കൊക്കെ. എന്തുകൊണ്ടാ? ഗൃഹത്തിൽ വന്ന അതിഥിയെ അവസ്ഥാനുസരണം യഥാശക്തി പൂജിക്കുന്നത് തന്നെയാണല്ലോ സദാചാരം. എല്ലാവരും അതല്ലേ ചെയ്യേണ്ടത്? അതിഥികളെ ഏറ്റവും അവനവന് പറ്റിയ വിധത്തില് അവനവന്റെ സ്ഥിതിക്ക് അനുസരിച്ച് പൂജിക്കണ്ടേ? അതാണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയണു ഭഗവാൻ ബലരാമേട്ടനോട്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.